ഹലോ ഗൈസ്, ഇന്ന് ഇവിടെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അണ്ടറിലുള്ള കോപ്പറേറ്റീവിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. മഹാസഭ എന്നാണ് ഇവിടെ പറയാറ്. അപ്പോൾ അതിൻ്റെ സംഭവമാണ്, ഒരു പ്രോഗ്രാം നടത്തുകയാണ്, ഒരു സെലിബ്രേഷൻ പോലെ. അപ്പോൾ അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 7:30 ആ ഒരു സമയമായി. അപ്പോൾ ഞങ്ങളിതിന് വേണ്ടിയിട്ട് രാവിലെ പോന്നു. ഇന്ന് 26-ാം തീയതിയാണ് പ്രോഗ്രാം. അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ 4 മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉള്ളൊരു മണ്ഡലത്തിലാണ് പ്രോഗ്രാം. റൊദ്ദം എന്ന് പറയുന്നൊരു മണ്ഡലത്തിലാണ് പ്രോഗ്രാം. അപ്പോൾ അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. മെയിനായിട്ട് ഇതിലെന്താ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ റിപ്പോർട്ട്, നമ്മുടെ കോപ്പറേറ്റീവിൻ്റെ ആനുവൽ റിപ്പോർട്ട് അത് പബ്ലിഷ് ചെയ്യും, അതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതേപോലെ നമ്മുടെ കോപ്പറേറ്റീവിൻ്റെ പ്രോഗ്രാമിൻ്റെ അണ്ടറിലുള്ള ബെനിഫിഷ്യറീസ് അവർ സംസാരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇതിപ്പോൾ 16-ാമത്തെ വർഷമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ ചെറിയ കൾച്ചറൽ പെർഫോമൻസ്, ഇവിടെ ചെക്കഭജന എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആന്ധ്രാപ്രദേശിലുള്ളൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് വന്നതാണ്. ഇന്ന് ഒരു 2 മണി വരെ ഉണ്ടാവും പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ പോകുന്നതുകൊണ്ട് ഡ്രസ്സൊക്കെ സാധാ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. ഇനി ഇവിടെ വന്നിട്ട് വേണം ഇനി ചേഞ്ച് ചെയ്യാൻ. അങ്ങനെ ചേഞ്ച് ചെയ്യാം. സാരിയാണ് ഉടുക്കുന്നത്. ഞങ്ങൾ ഒരുവിധം എല്ലാവരും സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ അവർ ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സാരിയൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോകും. കുറച്ച് കഴിഞ്ഞാൽ പുറപ്പെടും. ഒരു 10:30-ക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. 10:30 10 മണിക്കോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ഡ്രസ്സൊക്കെ മാറും. ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ എൻ്റെ ഇന്നത്തെ മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുക എന്നുള്ളത്. കാരണം എനിക്കിപ്പോൾ ഒന്നും പറയാനുണ്ടാക്കാനും ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഭാഷ അറിയില്ല. എല്ലാം തെലുങ്കിലാണ് ഉണ്ടാവുക. കാരണം എല്ലാവർക്കും മനസ്സിലാവുന്നത് അതാണല്ലോ, ഇവിടെ സംസാരിക്കുന്ന ഭാഷ അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുക. ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കുക, പിന്നെ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലുള്ള ക്യാമറയും കൊണ്ട് വന്നിരിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാകെ ഒരു തവണ +2 പഠിക്കുമ്പോഴെങ്ങാണ്ടാണ് ക്യാമറ ഉപയോഗിച്ചിട്ട് തന്നെ ഉള്ളൂ. അതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ സംഭവം ഒരു ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതൊക്കെ പഠിച്ച് ചെറുതായിട്ട് ബേസിക്കൊക്കെ പഠിച്ചു. എനിക്കിനി എങ്ങനെ എടുക്കുകയാണോ സെറ്റാവുമോ, നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനനുസരിച്ച് അത് നിന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷനുണ്ട്. ശരിയാവുമോ, പിന്നെ ആരാൻ്റെ ക്യാമറയാണ്, അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേറെ ഉണ്ട്. അങ്ങനെ ടെൻഷൻ അടിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഞാനിടാം. ഈ സ്ഥലം കാണാനേ നല്ല ഭംഗിയാണ്. കുറേ മാവൊക്കെ ആയിട്ട് മീൻസ് അടുപ്പിച്ച് ഇങ്ങനെ കുഞ്ഞി മാവുകൾ. കുഞ്ഞെന്ന് പറയാൻ ഉയരം കുറവുള്ള, അതായത് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന, ഇങ്ങനെ കൊമ്പിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ മാവുകളാണ്. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഞാനിപ്പോൾ നിന്ന് സംസാരിച്ചിരുന്നത് ഈ ഒരു മാവിലാണ്. നോക്കൂ, ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്ന സെറ്റപ്പ്. പക്ഷെ ഞാൻ അങ്ങനെ കയറിയിരുന്നില്ല, ഞാൻ ചാരി നിന്നേ ഉള്ളൂ. അങ്ങനെ നല്ല ഒരു സ്ഥലമാണിത്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ തന്നെ ടിമ്പക്ടൂലുള്ള വേറൊരു പ്രോഗ്രാമിൻ്റെ ഓഫീസിലാണ്. കാരണം ഞങ്ങൾക്കിവിടെ വലിയ ഓഫീസില്ലാത്തതുകൊണ്ട് ഇവരുടെ കോപ്പറേറ്റീവ് ഓഫീസിലാണ് നമ്മൾ നടത്തുന്നത്. അവരുടെ സ്ഥലമാണിത്. അങ്ങനെ ഇവിടെ ഇവർ കുറേ കൊടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ച് RSSൻ്റെ മാത്രം കൊടിയാണെന്ന്. ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് എല്ലാ കളറുള്ള കൊടിയുണ്ട്. അങ്ങനെ ഈ ഒരു മരം ഇവിടെ കുറേ കാണുന്നതാണ്. നമ്മുടെ അക്വേഷ്യ എന്ന് പറയും ഈ മരം. ഇതിൽ ഇപ്പം ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ അതിന് പൂവിട്ട് കണ്ടിട്ടുള്ളൂ. ഞാൻ ഈ റോഡിലൂടെ പോകുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ കാണുന്നതിലൊക്കെ ഇതിന് പൂവില്ല. അങ്ങനത്തെ സാധനമായിരുന്നു. ഈ പൂവ് ഞാൻ കുറേ മുന്നേ കണ്ട. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓണത്തിനൊക്കെ പൂക്കള മത്സരത്തിന് ഇടുന്ന ഒരു പൂവാണിത്, അക്വേഷ്യ. അങ്ങനെ കുഞ്ഞിതിങ്ങനെ അതിൻ്റെ ആ കുഞ്ഞി തണ്ടുമെന്ന് ഇങ്ങനെ ഊരിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസത്തിന് വരും. പിന്നെ ഞങ്ങൾ പണ്ട് കളിക്കുന്ന സമയത്ത്
മുന്തിരിങ്ങാന്ന് പറഞ്ഞിട്ട് ഇതാക്കിയിരുന്നൊരു സാധനമാണ് ഇതിൻ്റെ ഈ ഒരു കായം പോലെ തോന്നുന്ന സാധനം. ഇവിടെ രംഗോലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ എന്ത് സംഭവം നടക്കുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഓഫീസിലായാൽ പോലും ഇവരെല്ലാത്തിനും നമ്മളെ ഈ ഒരു രംഗോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളർ പൊടിയൊക്കെ വെച്ചിട്ട് ഒരു സാധനം സെറ്റാക്കി നമ്മുടെ പൂക്കളം പോലെ അത് ഞാൻ കാണിച്ചു തരട്ടെ. ഇവരുടെ കയറി വരുന്ന സ്ഥലത്ത് അതിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? നല്ല സെറ്റപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഓഫീസിൽ വന്ന സമയത്ത് ഈ പൊടിയൊക്കെ അവിടെ തന്നിട്ട് ഞങ്ങളോട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ആർക്കും അറിയാത്തതുകൊണ്ട് എന്തൊക്കെയോ രൂപങ്ങളിലൊക്കെ ഓരോന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞൊരു കഴിവാന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇടാനറിയാം. എനിക്കും പഠിക്കണം എന്നുണ്ട് സാധനം. നോക്കി നോക്കാം. ഇനി ഇവിടെ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ഓല പോലത്തെ പോലത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇന്നലത്തെ ഡെക്കറേഷനാണ്. ചിലതൊക്കെ ഒന്നും മാറ്റുന്നില്ല. വെറുതെ മാറ്റേണ്ട കാര്യമില്ലല്ലോ. അതിൽ പൂവ് മാറ്റുന്നുണ്ട്, ചിലതിന് മാറ്റുന്നുണ്ടാവില്ല. ഇനി ഇവിടെ ബാനർ തൂക്കും. അങ്ങനെ ഞാൻ വന്നത് ഇവിടുന്ന് കണ്ട ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് സെറ്റപ്പ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ മുന്നിൽ. പക്ഷേ അത് കാണിക്കാൻ പറ്റില്ല. ഞാൻ അത് മുഴുവനായിട്ട് ഓർത്തില്ല. കാരണം എന്ത് പ്രോഗ്രാമാണെങ്കിലും നമ്മൾ അവരെ കൺസെൻ്റ് ഇല്ലാണ്ട് നമ്മൾ എടുക്കുക, പിന്നെ അത് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുക, അത് ശരിയല്ല. നമ്മുടെ എത്തിക്സിന് ശരിയല്ല. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അത് ശരിയല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്നെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഒന്നാമത് വീഡിയോ എടുക്കുന്നത് ആർക്കും അറിയില്ല. ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയതൊന്നും ആരെടുത്തും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് എന്നെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ എനിക്കിന്ന് സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ലാസ്റ്റ് എൻഡിൽ ഞാനിന്ന് എന്താ ഇട്ടിരുന്നത് അത് കാണിക്കാൻ പറ്റും. അല്ലാണ്ടൊന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൾച്ചറൽ പെർഫോമൻസ് ആയാലും അത് ചോദിച്ചിട്ട് വേണം കാണിക്കാൻ. വീഡിയോ എടുക്കാൻ പറ്റുമോ ഇടാൻ പറ്റുമോ എന്നൊക്കെ അതെനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ എന്തായാലും അതിന് നടക്കില്ല. എങ്ങനെ നമ്മൾ വെറുതെ ഒരു റിസ്ക് എടുക്കണം. അങ്ങനെ അപ്പം ഞാനിങ്ങനെ ആൾക്കാരില്ലാത്ത സ്ഥലങ്ങൾ അതൊക്കെ കാണിക്കും. അതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രോഗ്രാം ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോപ്പറേറ്റീവിൻ്റെ ഇതേപോലത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഈ ഒരു സമയത്താണ് ഇത് നടത്തുക. എല്ലാവരുടെ മെയിനായിട്ടും ഇതന്നെ. അവരുടെ ബുക്ക്ലെറ്റ് പബ്ലിഷ് ചെയ്യും, അവരുടെ ആനുവൽ റിപ്പോർട്ട് അത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് പ്രോഗ്രാം അങ്ങനെ. അപ്പോൾ ഇന്നലെ ഇവരുടെ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇത് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം അവരുടെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ മഴ പെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്താലുള്ള ഇതിന് ഉള്ളൊരു സെറ്റപ്പിനൊന്നും പറ്റിയ ഒരു പന്തലല്ല ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ ഈ ടാർപ്പായൊക്കെ കെട്ടിയിട്ട്, ടാർപ്പായ എന്നല്ലേ പറയുക എനിക്കറിയില്ല, അങ്ങനെ ടാർപ്പായ എന്ന് പറയാം. ആ സാധനമൊന്നും കെട്ടിയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പൊന്നും അല്ല ഇവിടെ. ഇവിടെ സാധാ അങ്ങനെ ഒരു പന്തൽ, അത് നനഞ്ഞ തുണിയുടെ പന്തൽ. നമ്മുടെ നാട്ടിലെ കല്യാണമൊക്കെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കല്യാണത്തിൻ്റെ ഒരു സമയത്തുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനങ്ങളാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ ഫുൾ ലൈറ്റ് ഇട്ടിട്ട് അങ്ങനത്തെ ഒക്കെ വളരെ കുറവാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇനി ഈ ഗ്രാമപ്രദേശം ആയതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. ഇവിടെ അധികവും ഇങ്ങനത്തെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ എല്ലാ പ്രോഗ്രാമിനും ഇനിയിപ്പോൾ ഓഫീസിലെ വേണ്ടി മാത്രമാണോന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ. പിന്നെ പൂക്കൾ വെച്ചിട്ട് നന്നായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്യും. നമ്മളെപ്പോലെ അങ്ങനെ പ്ലാസ്റ്റിക് പൂക്കൾ അങ്ങനത്തെ നമ്മൾ വെക്കാറുണ്ട്. എന്നാലും ഇവരിങ്ങനെ തോരണമൊക്കെ തൂക്കി ആ ഒരു ടൈപ്പിൽ അവരെല്ലാവരും ചെയ്യാറ്. ഇവിടെ പിന്നെ ജമന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ, മറ്റേ ചെണ്ടുമല്ലി അതൊക്കെ ഭയങ്കരമായിട്ട് ഉള്ള സാധനം, റോസ് അങ്ങനത്തെ ഇതായതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാവാറ്. അതുകൊണ്ടാണ് അലങ്കരിക്കാറ് അധികം. പിന്നെ അതേപോലെ ഇവിടുത്തെ ആൾക്കാരെപ്പോഴും മുടി കെട്ടി വെക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മെടങ്ങിടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിലിങ്ങനെ റോസാപ്പൂവ് അല്ലെങ്കിൽ മുല്ലപ്പൂവ് എന്തെങ്കിലും ഒരു പൂവ് തലയിൽ വെക്കും അധികം പേരും. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ ഹിന്ദുസാണെന്ന് തോന്നുന്നു അങ്ങനെ അത് വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അധികം. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ തരും. ഇനിയിപ്പോൾ ഞാൻ ഓഫീസിൽ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവർ വീട്ടിലെല്ലാവരുടെ വീട്ടിലും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാവും ഫ്ലവേഴ്സൊന്നും. അപ്പോൾ ആ പൂവൊക്കെ അവർ നമുക്ക് തരാറുണ്ട്.
ഇത് ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ലോങ് വീഡിയോ ആണ്. അതിൽ എൻ്റെ മുടിയൊക്കെ കണ്ട ഈ 2 സൈഡ് ഞാനൊന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ സെറ്റാക്കിയപ്പോൾ സംഭവം ഭയങ്കര കൂതറ ലുക്കായിട്ടുണ്ട്. ഒന്നാമത് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അപ്പം നമ്മുടെ തലയിൽ എന്താ ഉണ്ടായിരുന്നത് തോന്നൂലേ, അങ്ങനെ നമ്മൾ ചെയ്തതാണ്. അതേമാതിരി ഞാൻ ചെയ്തൊരു സാധനമാണിത്. ഇപ്പം എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ ഒരുമാതിരി ആവണുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, അത് പോവില്ല. പിന്നെ എന്നും കുളിച്ച് കഴിഞ്ഞാൽ എന്താ 15 വാഷ് എന്നെന്താ പറഞ്ഞത്. അത് അടുപ്പിച്ച് ചെയ്യാനുള്ള സമയമില്ല. അതിന് ചെയ്യാന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ ഇത് പോവുകയെന്നറിയില്ല. അതുകൊണ്ട് എനിക്ക് ഒരുമാതിരി ഉണ്ട്, ഞാനേ അല്ല എന്നൊക്കെ തോന്നുക. അങ്ങനത്തെ ഒരു ഇത് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കറിയില്ല. അതുകൊണ്ട് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട് എനിക്ക് മൊത്തത്തിൽ ഈ സാധനം ഇടുമ്പോൾ, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ